ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ കച്ചവടത്തിന് പോവാട്ടെ ഗേസ്. എന്നൊക്കെ കച്ചവടത്തിന് പോകാൻ നിന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണെന്നറിയില്ല, പണിക്ക് പോകാനായി ഒരുങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരിക. എന്താണെന്നൊരു പിടിയില്ല കേട്ടോ. ഇപ്പം എന്താ വെച്ചെങ്കിൽ നല്ല മഴയാണ്. ഇന്നലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ മഴ കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ലേക്കൊന്ന് പോകാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇത് കിൻ്റെ തന്നതാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണത്. എന്താ വെച്ചെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കാം, ലൈവായിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ബഹളമാണ്. മഴ പെയ്യണ നല്ല സൗണ്ടും ഉണ്ട്. പിന്നെ കുക്കർ അവിടെ കടലയാണ് ഉപ്പേരി. അപ്പോൾ ഇങ്ങനെ വിസിലടിക്കുന്ന സൗണ്ടും ഒക്കെ കൂടിയാകുമ്പോൾ ഒരു എയിമില്ല കേട്ടോ. അതാണ്. പിന്നെ ഞാൻ എടുത്ത സ്പ്രേ കുപ്പി അത് താത്ത എടുത്തോ, താത്താക്ക് ഉള്ളതാണ് പറഞ്ഞിട്ട് ഇക്കും ഷംനാക്ക് കുറേ സ്പ്രേ കുപ്പി തന്നിട്ടുണ്ട് കേട്ടോ, നല്ല മണമുള്ളത്. അത് മാത്രമല്ല കുറേ ക്രീമുകളും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, മഴ പെയ്താലും വേണ്ടിയില്ല വെച്ചിട്ട് ഇക്കാനെ വണ്ടിയുടെ അവിടേക്ക് കൊണ്ടാക്കാൻ വേണ്ടി കുട ചൂടി പോയതാണ് ഞാൻ. എന്താ കുട ഇല്ല വേറെ. അപ്പോൾ വണ്ടിയിൽ ഒരു കുട ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ പോയതാട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് കുട്ടികളെ ആക്കണം, എന്ത് കാര്യം കൊണ്ടാക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാട്ടെ ഞാൻ. അപ്പോൾ നോക്കിയേ നല്ല മഴ പെയ്യുന്നുണ്ട്, എന്താ നല്ല കാറ്റും വീശുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ്. ഇവിടെ അത്ര വലിയ സേഫ് ഒന്നുമല്ല. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വെള്ളം കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ആ ഡാം നിങ്ങൾ കണ്ടില്ലേ വീഡിയോ എടുത്തത്? അവിടെ ചുറ്റുപാട് നിറയെ വീടുകളുണ്ട്. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഇപ്പോൾ ഇവിടേക്ക് ഇതായിട്ടും വെള്ളം കയറിയിട്ടില്ല, നമ്മുടെ വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല. എന്നാലും നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ചുറ്റുപാട് നിറയെ വെള്ളം കയറുന്ന വീടുകളുണ്ട് കേട്ടോ. ആ ഡാമിൽ നിന്ന്, ആ പേരാപ്പാറ ഡാമിൽ വെള്ളം കണ്ട് തൈ കഴിഞ്ഞാൽ നല്ലോണം ശക്തിയിലാട്ടോ വെള്ളം പോണത്. അവിടെയൊക്കെ നല്ല കാടാണ്. എപ്പോഴാണ് വെള്ളം കൂടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല പേടിയുണ്ട്. അപ്പോൾ മഴ പറയണത് ആകെ 2 അക്ഷരമുള്ളൂ, പക്ഷേ ഭയങ്കര ഡേഞ്ചർ തന്നെയല്ലേ. മഴ കാണാനും വെള്ളം കാണാനൊക്കെ രസം തന്നെ. പക്ഷേ എത്ര ആൾക്കാർ ജീവനാണ് വയനാട്ടിൽ പോയത്. ഇനിയിപ്പോൾ അതൊന്നും പറയണില്ല. അതൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ആ ഫ്ലോ അങ്ങോട്ട് പോകും. വീഡിയോയിൽ തന്നെ നമുക്ക് വോയിസ് പറയാനുള്ള ഫ്ലോ അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെ എന്താ ചായക്ക് കടി വെച്ചെങ്കിൽ പുട്ടാണ്. പുട്ടും പിന്നെ പഴമാണ് കേട്ടോ നമുക്ക് ചായക്ക് കടി. പിന്നെ ഇത് ഇന്നലത്തെ കൂട്ടാനാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിമോൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അവളിതാ മദ്രസ വിട്ട് വന്നു. മഴയൊക്കെ കൊണ്ടിട്ടാട്ടോ, ലേശം മഴച്ചാറൊക്കെ കൊണ്ടിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നീച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നീക്കണില്ല കേസ്. ഞാൻ കുറേ വിളിച്ചിട്ടാ നീച്ചത്. സ്കൂളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് നീക്കും. ഇപ്പം നീക്കാൻ ഭയങ്കര മടിയാട്ടോ. സ്കൂളുള്ളതല്ലേ, അതെന്താണാവോല്ലേ. സ്കൂളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നീക്കില്ല. സ്കൂളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അങ്ങോട്ട് നീക്കും. അങ്ങനെയാണ് എൻ്റെ കുട്ടികൾ. അങ്ങനെ ഉണ്ണിമോൾ ഇതാ വരുമ്പോൾ ഉസ്താദ് നബിദിനത്തിന് ഇനി ഈ കൊടിയൊക്കെ കെട്ടണ്ടേ. അപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും ഓരോ കൊടികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് നന്നായി കഴുകിയിട്ട് കൊണ്ടുപോയി പറഞ്ഞിട്ട്. അപ്പോൾ അവളിതാ വന്ന് തിരുമ്പിയിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരുമ്പാടി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ തിരുമ്പിക്കൊണ്ട് പറഞ്ഞിട്ട് കല്ലുമ്മൊക്കെ ഇട്ട് ഉരച്ച് തിരുമ്പി തോരട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെന്താ സ്ഥിരം ഇടുന്ന സ്പ്രേ അടിച്ചിട്ടൊക്കെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവളെന്നെ നാളെ കൊണ്ടുപോകും. അങ്ങനെ എന്താ കുട്ടികളൊക്കെ കിടന്ന ആ കട്ടിൻ്റെ അടിക്കാട്ടോ ഞാൻ അവർ കിടക്കണ മറ്റേ കിടക്ക ഉണ്ടി തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കും. കിടക്കയുടെ വീതിയൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. ഏത് നേരെ ചവിട്ടി മറിയില്ല. ഓടി വരിക, കിട്ടുന്ന ഉരുള മറിയുക, അതന്നെ പണിയിട്ടാണ്. അങ്ങനെ ആ അങ്കക്കെട്ടൊക്കെ കഴിഞ്ഞു. എന്താ ഉണ്ണിമോള് പോയി. ഇത് അവരുടെയൊക്കെ ഒരുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞു. ചായ കുടിച്ചിട്ടില്ല. ഇനി ഇവരെ പറഞ്ഞയച്ചിട്ട് ചായ കുടിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഉണ്ട് വെച്ചെങ്കിൽ ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും നിൽക്കില്ലല്ലോ. അപ്പോൾ വണ്ടിയിൽ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. വണ്ടി വരെ എത്തിയിട്ട് ലേറ്റ് ആവും, 10 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയിട്ടുള്ള പണിയാണ്. നല്ല പാത്രം കഴുകലാണ്. അങ്ങനെ പാത്രം കഴുകണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം പോണില്ല എന്നും. അത് മെല്ലെ, ഇപ്പോഴും മെല്ലെ തന്നെ പോണിട്ട്. സ്പീഡിൽ ആദ്യമൊക്കെ വേഗം പോയിരുന്നു. എന്താ അതിൻ്റെ ഉള്ളിൽ അടഞ്ഞേക്കണെന്ന്. ഇന്നലെയൊക്കെ എന്തൊക്കെ പൈപ്പൊക്കെ ഇട്ട് ഇളക്കിയപ്പോൾ വെള്ളം തോനെ പോയി. പക്ഷേ എന്നാലും മെല്ലെ മെല്ലെ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇപ്പോഴും ആ പറമ്പിൽ കൊണ്ടുപോയി വയ്ക്കുന്നത്. ഇന്നലെ വലിയ കാര്യത്തിൽ പറമ്പിൽ വയ്ക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോഴും പറമ്പിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് കേട്ടാ. അപ്പോൾ ചോറ് ഊറ്റിയ ചെമ്പും ഒക്കെ കൈ വെച്ചു. ചോറായിട്ടുണ്ട്. ഇനി കൂട്ടാൻ വയ്ക്കണം. മാന്തൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവണ്ട് മിണ്ടാണ്ട് വന്നേക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടാ. എന്താ വെച്ചെങ്കിൽ അവൻ വന്നിട്ടുണ്ട്. അവൻ്റെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് വന്നു. അപ്പോൾ മിണ്ടാണ്ടാട്ട വന്നെന്ന് വരുന്നുണ്ട് എന്നൊരു വാക്ക്
വാക്ക് പോലും പറഞ്ഞില്ല അവന്. ഞാൻ 2 കുടം വെള്ളത്തിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓണടിക്കുന്നുണ്ട്. അപ്പോൾ ധാരപ്പോൾ ഓണടിക്കുന്നത് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ഉണ്ണി വന്നിരിക്കണു. അപ്പോൾ എൻ്റെ ഉണ്ണീന്ന് വിളിക്കണത് എന്താ, അവനെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഉണ്ണീന്ന് വിളിക്കുമല്ലോ കേട്ടോ. ഞങ്ങളായിട്ട് ഏറ്റവും താഴെയല്ലേ, ഞാനൊക്കെ കുറേ എടുത്തിട്ടൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഉണ്ണീന്ന് വിളിച്ചിട്ട് അതങ്ങനെ ശീലമായി. അത് കാരണമാണ് ഞാൻ ഉണ്ണീന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അത് മാറണില്ല. എത്ര വലുതായാലും എത്ര ഇനി കല്യാണം കഴിഞ്ഞ് അവന് കുട്ടിയായാലും ഒക്കെ എന്തായാലും ഞാൻ അവൻ ഉണ്ണീന്ന് തന്നെ വിളിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്കത് മാറ്റാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടാ. അവൻ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനാണ് മറക്കണത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ആ ലൈക്കുമ്പോൾ ഒന്ന് തോണ്ടിക്കോട്ടെ. അങ്ങനെ എൻ്റെ മുറ്റടിക്കൽ കണ്ടില്ലേ? മുറ്റടിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഗേസ്. അങ്ങനെ മുറ്റടിയും കഴിഞ്ഞു. ഇപ്പം നല്ല കാറ്റുകാരനെ തുണിയോളം വെണ്ണ ക്ലിപ്പ് മേടിക്കണം. ആ സംഭവം അന്ന് ഞാൻ ബിഗ് ബസാറിൽ മറ്റേ ചൈനീസ് കടയില്ലേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടതാ. പക്ഷേ അന്നൊന്നും മരം മുറിച്ചില്ലല്ലോ. അന്നൊന്നും അധികം കാറ്റുമില്ല, തുണികളൊന്നും വീണില്ല. ഇപ്പം ഭയങ്കര കാറ്റാട്ടാ. ഇനി എന്തായാലും അത് മേടിക്കണം. അപ്പോൾ കുറച്ച് തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരട്ടു. അപ്പോൾ ഉപ്പ അവിടെ ഇങ്ങനെ നിന്നിട്ട് മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. ഞാനും 1/2 കിലോ മാന്തൾ മേടിച്ചു, ഉപ്പി 1/2 കിലോ വാങ്ങിയിട്ടാണ്. അപ്പോൾ ഉമ്മ പണിക്ക് പോയിക്കാം, അവിടെ ഉമ്മ ഇല്ല. ഉപ്പയാണ് മീൻ നന്നാക്കണത്. അപ്പോൾ ഞാനൊന്ന് എത്തിച്ച് നോക്കിയപ്പോൾ, തോരയിടുമ്പോൾ ഒന്ന് എത്തിച്ച് നോക്കിയപ്പോൾ ഉണ്ട് കുറേ പൂച്ചോളുണ്ട്. ഉപ്പ ഇങ്ങനെ മീൻ നന്നാക്കുന്നുണ്ട്. ഓരോ തല പൂച്ചോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂച്ചോളൊന്ന് കടി കൂടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പാടെ അടുത്തേക്ക് ഒന്ന് പോയി. അങ്ങനെ ഉപ്പ എന്താ എന്നോട് പറയണ വെച്ചെങ്കിലേ, നല്ല മീനാണ്, നല്ല മാന്തള, നല്ല കഴമ്പൊക്കെ ഉണ്ട്, ഈ മീൻ നന്നാക്കിയോ എന്നൊക്കെ ചോദിക്കട്ടെ എൻ്റെ അടുത്ത്. അപ്പം ഞാൻ നന്നാക്കിയിട്ടില്ല, വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ ഉപ്പാട് പറയാട്ടാ. അങ്ങനെ ഉപ്പ ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഉപ്പ എന്താ ചെയ്യുക, ഇത്തിരി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്പി അങ്ങനെ കുഴച്ചങ്ങോട്ട് വെക്കും. കായം പരത്തി വെക്കില്ലേ. എന്നിട്ട് ഉമ്മ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ അതൊന്ന് പൊരിക്കും. ചിലപ്പോൾ ഉപ്പ പൊരിക്കൂട്ടാ. ഉപ്പ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഉപ്പ എനിക്ക് മീൻ നന്നാക്കിയത്. എന്നിട്ട് എന്നോട് പറയും, നന്നാക്കാൻ പോകുമ്പോൾ തന്നെ ഉപ്പ പറയും ഒരു ലേശം എടുത്ത് പുളി വെള്ളത്തിലിട്ടോ അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ പറയൂട്ടുപ്പ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മീൻ നന്നാക്കി കഴിഞ്ഞാൽ ഉപ്പ തന്നെ ഇട്ട കായം പരത്തി തരിക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളകും പൊടി ഉപ്പൊക്കെ ഇടുക. അവിടെ ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇവിടെ ചെയ്യണത്. അപ്പോൾ അവിടെ ഉപ്പ എനിക്ക് കായം പരത്തി തരിക കേട്ടോ. പിന്നെ ഡാമിൽ നിന്നൊക്കെ മീൻ കിട്ടി കഴിഞ്ഞാൽ ഉപ്പ എന്താ മേടിക്കാൻ പോകും. രാവിലെ നീച്ച് നേരത്തെ പോകും ഡാമിലേക്ക്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സൈസ് മീനുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തൊരു പേരുണ്ട് ആ മീനിന്. അപ്പോൾ ആ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മയാണ് കൂട്ടാൻ വയ്ക്കാം. കുടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് വെക്കും. അപ്പോൾ കായം പരത്തി വെക്കുമ്പോൾ അപ്പോൾ ഉമ്മ ഈ അമ്മയൊക്കെ അപ്പോൾ കഴുകൂട്ട. ആ അമ്മയൊക്കെ നന്നായി കഴുകിയിട്ട് മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് അരച്ചിട്ട് നല്ല സംഭവം നല്ല ഒരു ഇതിൽ അവർ മസാല ഒക്കെ ആക്കിയിട്ട് പൊരിക്കും. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു മണവുമില്ല. അപ്പോൾ ഞാൻ മീൻ പൊരിച്ചതൊക്കെ കഴിക്കൂട്ടെ. ഞാൻ 1-2 കഴിക്കും. നല്ല ടേസ്റ്റാണ് ഡാമിലെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഒന്നും അങ്ങനെ കിട്ടുന്നത് കാണാനില്ല. ഇപ്പോൾ പരലൊക്കെ വരുന്നത്. അങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു അനുഭവമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഉമ്മ എന്താ വീട്ടിൽ നിൽക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് നിൽക്കാൻ എന്താ പറയുക, അവർ അവിടെ നിന്ന് ശീലമായി. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് നിന്നിട്ട് എനിക്കറിയാം അവരോരോ ശീലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എവിടെ പോയിട്ട് നിൽക്കില്ല. ഒന്നാമത് ഉമ്മയുടെ ഏട്ടത്തിര വീട്ടിലേക്കൊക്കെ പോവും. പട്ടിക്കാടാണ് കേട്ടോ ഉമ്മയുടെ ഏട്ടത്തിരൊക്കെ സ്ഥലം, ഒരു വീടുണ്ട്. അങ്ങോട്ട് പോയാൽ തന്നെ ഇപ്പം നിൽക്കില്ല കേട്ടാ. ഒരുപാട് അവർ വിളിക്കും, നിൽക്ക് 2 ദിവസം നിൽക്ക് എന്നൊക്കെ. പക്ഷേ ഇപ്പം പോവേയില്ല. അപ്പോൾ ഷെയ്മത്താത്ത വിളിക്കും താത്ത. അപ്പോൾ അങ്ങോട്ടും പോയി നിൽക്കൊന്നുമില്ല. ഇപ്പൊക്കെ ആ വീട്ടിൽ നിന്ന് ശീലമായി. അവിടെ തന്നെ നിൽക്കണം. ഇപ്പൊക്കെ അതാണ് ഇപ്പടെ സ്വർഗം കേട്ടോ 2 ആൾക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ്. ഇനിയിപ്പോൾ ഇങ്ങനെ കമൻറ്റ് വന്നു ഒരു ദിവസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചോറ് പണിയും കൂട്ടാൻ പണിയും എല്ലാം കഴിഞ്ഞു. അടുക്കള പണി കഴിഞ്ഞു, തുടക്കൽ കഴിഞ്ഞു. ഇന്ന് ചോറ് കഴിക്കുക. അപ്പോൾ ഇക്കൊന്നും കച്ചവടം കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഞാനിന്ന് ഒറ്റയ്ക്കുള്ള വീട്ടിൽ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. ഇക്ക വരാൻ നേരം വൈകി. വരുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതെൻ്റെ ഉണ്ണി വന്നേക്കണം. അവനുണ്ട് മീശയും താടിയും ഒക്കെ മേടിച്ചേക്കട്ടാ. അപ്പോൾ ആ മേടിച്ചിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ അയ്യേന്ന് പറഞ്ഞിട്ടാ. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വൃത്തിയുണ്ടിട്ട് കാണാൻ. ഇത് പെട്ടെന്ന് താടി വെച്ചിട്ട് ഗൾഫിൽ പോകുമ്പോൾ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ താടിയുണ്ട്. ഇപ്പം പെട്ടെന്ന് താടി മീശയൊക്കെ കളഞ്ഞപ്പോൾ എന്തോ പോലെ ആ കട്ട മീശയൊക്കെ അങ്ങോട്ട് പോയപ്പോഴേ അപ്പോൾ വന്നപ്പോഴേക്ക് പെട്ടെന്ന് ചിരിയൊക്കെ വന്നിട്ടാ. അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. താടിയൊക്കെ നന്നായിട്ട് പൊടി പൊടി പോലെ വരുന്നുണ്ട്. പിന്നെ എന്താ, ഞാനും അവനും കൂടിയിട്ട് ഓരോ വർത്താനൊക്കെ പറയാട്ടാ. വെള്ളമൊക്കെ കലക്കി കൊടുത്തു. പിന്നെ ഇക്ക വരുമ്പോൾ 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഇപ്പോൾ വന്നിട്ട് ഓട്ടുപാറയ്ക്ക് പോയി. ഇപ്പം വരുമ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഇക്ക വന്ന് കടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. എനിക്ക് അവൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അവൻ മിണ്ടാണ്ട വന്നത് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാൻ അവനോട് കുറേ പറഞ്ഞു, ഇവിടെ നിൽക്കട ഉണ്ണിയെ, നാളെ പോവാന്ന് കുറേ പറഞ്ഞു കേട്ടോ. അവൻ പിന്നെ വരാം, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പിന്നെ നബിദിനല്ലേ. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഞാൻ വിളിച്ച് പറയാടാ, ഈ ഇവിടെ നിൽക്കടാ. കുട്ടികൾ കുറേ പറഞ്ഞു കേട്ടാ, മാമ നാളെ പോവാന്നൊക്കെ. അപ്പോൾ പിന്നെ വരാമെന്ന് തന്നെ പറയട്ടെ അവന്. അപ്പം ഇനി എന്തായാലും നബിദിനല്ലേ, അപ്പോൾ വരും. പിന്നെ പറഞ്ഞു വിട്ടാ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ എന്തോ ഒരു ആവശ്യത്തിന് പോകണം, പട കൂടെ എങ്ങോട്ടോ പോകണം. പോവാതിരിക്കാൻ പറ്റില്ല, ഇന്ന് തന്നെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടെ അവന്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നിന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടാ. പട കൂടെ എവിടേക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് തന്നെ പോയത്. മക്കളൊക്കെ വന്ന് കുട്ടികളെ കാണാനായിട്ടാണ് അവൻ വന്നത്. എവിടെ കുട്ടികൾ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ പൈസയ്ക്കൊക്കെ 2 ദിവസം മുന്നേ തന്നെ അവൻ പറയുന്നുണ്ട്, നമുക്ക് താഴത്തെ വീട്ടിലേക്ക് പോവാം. താഴത്തെ വീട് എന്നാട്ട് അവർ പറയുക. നമുക്ക് അങ്ങോട്ട് പോവാം, മാമാനെ കാണാൻ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, മാമ വന്നപ്പോൾ കുഞ്ഞോളിങ്ങനെ എണ്ണിയിരിക്കുക കേട്ടോ. 2 ദിവസം ആവാനും നബിദിനൊക്കെ ആവാനായിട്ട് ഇങ്ങനെ എണ്ണിയിട്ടിരിക്കുക. അപ്പോൾ ഉണ്ണിമോളില്ല. ഉണ്ണിമോളനെ കണ്ടിട്ട് കാണാണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് അവൾ ഇവിടെ വന്ന കരച്ചിൽ ഉറപ്പാണ്. ഉപ്പന്നെ അന്ന് വന്നിട്ട് ചോറ് നിങ്ങൾ വന്നില്ലേ, ഉണ്ണി വന്നിട്ട് അന്ന് തന്നെ ഉപ്പ വന്നിട്ട് എന്നെ കാണാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എണ്ണിപ്പറക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പാടോടും പറഞ്ഞിട്ടില്ല കേട്ടോ, ഉമ്മാടും പറയാൻ മറന്നു. അങ്ങനെയാണ് ഇവർ 3 ആളും കാണാണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ കാണാണ്ട് പോയി അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കിയിട്ട് ഒരു സ്വൈര്യം തരില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്യൂഷന് ഇവനെ കൊണ്ട് പോയിക്കോ, എന്നിട്ട് അവളെന്നെ കണ്ടിട്ട് പൊക്കോ, അല്ലെങ്കിൽ അവൾ ഇവിടെ വന്നാൽ നല്ല കരച്ചിലാവിടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ്റെ അടുത്ത് കുറേ വർത്താനൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അവൻ പോയപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുതിട്ടാ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പി ആയി. ഇനിയിപ്പോൾ അവൻ ട്യൂഷന് പോകുമ്പോൾ പൈസേനെ കൊണ്ട് അങ്ങനെ പോവും. എന്നിട്ട് ഉണ്ണിമോളെ കണ്ടിട്ട് അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.